പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഇപ്പൊ ഇവിടം വരെ എത്തി. സുബിഹി ബാങ്ക് കൊടുക്കുമ്പോൾ അത്താഴം കഴിക്കൽ നിർത്തണം എന്നാണോ, ബാങ്ക് കൊടുത്ത് കഴിയണത് കഴിക്കാന്നാണോ, ഇനി അതുമല്ലൊരു വലിയൊരു പാത്രത്തിൽ വൈകുന്നേരം വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാന്നാണോ? എന്താണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ ഇപ്പോൾ തീരുമാനാക്കിയിട്ടുള്ളത്? പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം എണീറ്റ് വൈകിപ്പോയി എണീക്കാൻ, അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങളത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി. നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ അത്താഴം ഒഴിവാക്കല്ല വേണ്ടത്. അത് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരാൾ ബാങ്ക് കേട്ടു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കരുതിക്കൂട്ടി സുബൈന്റെ സമയമാട്ടെ എന്ന് വിചാരിച്ചല്ല, അങ്ങനെ ആയിപ്പോയതാണ് എങ്കിൽ പടച്ചോനെ ഇനിയിപ്പോ എന്താ കേട്ട വായിൽ കയ്യിട്ട് ഛർദിക്കണോ എന്നൊന്നും ബേജാറാകണ്ട. ആവശ്യത്തിന് വേഗം തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നോമ്പെടുത്തോ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. അത് ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നിയ്യത്തുണ്ടല്ലോ. ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നാം നോമ്പുകാരനാണ് എന്ന നിയ്യത്ത്, ആ നിയ്യത്ത് അങ്ങനെ തുടരുക, അതാണ് ചെയ്യേണ്ടത്. സുബഹിയുടെ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യരുത്? വെള്ളം കുടിക്കും ചെയ്യരുത്, ഭക്ഷണം കഴിക്കും ചെയ്യരുത്. തരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ച് കേട്ടാൽ തന്റെ പ്ലേറ്റിലുള്ള ഭക്ഷണം പൂർത്തിയാക്കാൻ അവൻ അനുമതിയുണ്ട്. പിന്നീട് ഭക്ഷണം വിളമ്പാനോ കഴിക്കാനോ പാടില്ല എന്ന് മാത്രം. ദീർഘമായ സമയം പിന്നീട് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്നതോടെ പ്രഭാതമാവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കൽ അവിടെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ധാരാളം മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് ഫസാദാക്കാണല്ലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത്. 1400 വർഷങ്ങളോളായല്ലോ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നു, അത്താഴം കഴിക്കുന്നു, നോമ്പ് തീർക്കുന്നൊക്കെ തുടങ്ങിയിട്ട്. ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് സുന്നികളായ ഉലമാക്കൾക്കൊക്കെ നല്ലോണം അറിയാം, ഇമാമിങ്ങൾക്ക് അറിയാം. അത് വേണ്ടുവോളം അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെ തെറ്റാതെ തുടർന്നിട്ടുണ്ട്. സ്വന്തമായിട്ടെല്ലാം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞ് ഗവേഷണത്തിന് ഇറങ്ങിയ മുജാഹിദുകളാണ് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമുമായി ബന്ധമില്ല എന്നും അവർ പിഴച്ചവരാണ് എന്നും യുക്തിയുള്ളവർക്ക് മനസ്സിലാക്കാൻ എമ്പാടും ഈ ഉദാഹരണം മതിയാവുന്നതാണ്.